2K25 ജൂബിലി സ്പെഷ്യൽ VFF ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് സ്വാഗതം. സ്നേഹമുളെ ചക്കരമുത്തി ഉമ്മകളായിരം തന്നീടാ എന്നമ്മേ പൊന്നമ്മേ ചക്കര ഉമ്മകൾ തന്നീടൂ. തേനിനെ കളിരെ മധുരിക്കും അമ്മയെക്കാളും ഓമനിക്കും ദൈവവചനം സ്വന്തമാക്കിടാൻ ഓടിവാ ഓടിവാ ഓടി ഓടിവാ. എന്റെ പൊന്നുമോൾക്ക് എന്തൊരു സന്തോഷ. അത് രാവിലെ ഉണർന്നു. ബൈബിളാണോ ലൈവ്? റീച്ച് കൂടുന്നുണ്ടല്ലോ. യെസ് ഓഫ് കോഴ്സ്. മൊബൈൽ ഗെയിംസിന് പിന്നാലെ പോയി ജീവനും ജീവിതവും നശിപ്പിക്കുന്ന എന്നെ പോലെയുള്ളവരെ ഈശോയ്ക്കായി നേടുക. എന്റെ സ്നേഹവചസ് യൂട്യൂബ് ചാനൽ ഈശോയ്ക്ക് ഇഷ്ടമാകും. ലൈവ് വൈബാക്കി 2K25 വേറെ ലെവലാക്കുക. ഏത് എന്റെ അമ്മയ്ക്ക് പിടി കിട്ടിയോ? നിങ്ങളോടൊപ്പം ഓടാൻ പറ്റിയില്ലെങ്കിലും പിന്നാലെ ഓടാൻ ഒരു കൈ നോക്കട്ടെ. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ വെബ്സൈറ്റിനെ വിശുദ്ധീകരിച്ച കാർലോയെ പോലെ അനേകം കാർലോമാർ നിങ്ങളിൽ നിന്ന് ഉയർന്നു വരണം. ജൂബിലി വർഷത്തിന്റെ വിശുദ്ധൻ കാർലോ ഞങ്ങളുടെ ഹീറോ അല്ലേ? ജീൻസും ടീഷർട്ടും അണിഞ്ഞ കമ്പ്യൂട്ടർ അത്ഭുതം സ്വർഗം കീഴടക്കുന്നത് ആഘോഷമാക്കണം. ഡെയിലി റീഡിംഗ് സ്റ്റേറ്റസ് ആക്കുക, ഡെയിലി സെയിൻസ് സ്റ്റോറി ആക്കുക, ഡിവൈൻ സോങ്സ് വെച്ച് റീൽസ് ചെയ്യുക, ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുക. ഇനി ട്രെൻഡ്സിലും ചാറ്റ് GPT-യിലും ഒരു കൈ നോക്കണം. എവിടെ തുറന്നാലും ഈശോ വരുന്ന ഫീൽ. ഞാൻ എന്റെ മോളെ പ്രതി അഭിമാനിക്കുന്നു. നിന്റെ പ്രായത്തിലുള്ളവർക്ക് ഈശോയെ കൊടുക്കുന്ന എന്റെ പൊന്നുമോളുടെയും കൂട്ടുകാരുടെയും കൂടെ അമ്മ എപ്പോഴും ഉണ്ടാവും. ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഇടയിൽ ഞങ്ങൾ കയറി ഗോൾ അടിക്കും. ഈ വർഷത്തെ VFF എല്ലാവരും കൂടി വേറെ ലെവലാക്കും. അപ്പൊ ജൂബിലി വർഷത്തെ VFF അടിച്ചു പൊളിക്കും അല്ലേ? ജൂബിലി വർഷം അതിന്നലെ മറന്നു. 2033 രക്ഷയുടെ മഹാജൂബിലിക്ക് മുന്നൊരുക്കം അല്ലേ? പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ആപ്തവാക്യവുമായി നമ്മൾ ആഘോഷിക്കുന്ന ജൂബിലി. ഞാനും ഫ്രണ്ട്സും ചേർന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നടത്തുന്ന VFF വിളംബര റാലിക്ക് ജൂബിലി കൂടി ഉൾപ്പെടുത്താം. ജൂബിലി സ്പെഷ്യൽ VFF വിളംബര റാലി ലൈവ്. ഹലോ ഗൈസ്, കമോൺ എല്ലാവരും ചേർന്ന് നിൽക്ക്. ഇത് ജൂബിലി വർഷമല്ലേ? നമുക്ക് ഗ്രൂപ്പുകളിലൊക്കെ ജൂബിലി സന്ദേശം എത്തിക്കണം. അടിച്ചു കേറി വാ. ഓക്കെ ഡൺ. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ആപ്തവാക്യം ചങ്കിലേക്ക് ഇടിച്ചു കയറണം. ജീവിതത്തിലുടനീളം പ്രത്യാശ കൈവിടാതെ മുന്നേറാൻ വിജയത്തിലും പരാജയത്തിലും മാത്രല്ല, ഏത് ജീവിതാവസ്ഥയിലും പ്രത്യാശ നമ്മെ നയിക്കണം. എക്സാമിന് മാർക്ക് കുറഞ്ഞപ്പോൾ അലീന എന്ത് കരച്ചിലായിരുന്നു. അല്ല, അത് പിന്നെ മാത്സിന്റെ ഇഷ്ടവിഷയമല്ലേ, അതിന് മാർക്ക് കുറഞ്ഞാ എങ്ങനെയാ സഹിക്കുക? പ്രത്യാശയുടെ പുളിമാവാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. വിശുദ്ധ വത്സരത്തിൽ പ്രത്യേകിച്ചും കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളിലും വേദനകളിലും പ്രത്യാശ മുറുകെ പിടിക്കണം. വിശുദ്ധ വത്സരം മാത്രമല്ല, ഇനിയുള്ള ജീവിതം മുഴുവൻ പ്രത്യാശഭരിതമായിരിക്കും. ഓക്കെ, നമ്മുടെ ഇന്നലത്തെ യോക്കേബേദ് അമ്മച്ചിയുടെ ധൈര്യം അപാരം തന്നെ. അമ്മച്ചിയുടെ വിശ്വാസമോ ഇന്നത്തെ അമ്മമാർ കണ്ടുപഠിക്കണം. ആ അമ്മച്ചിയുടെ സമയോചിതമായ ഇടപെടൽ തക്ക സമയത്ത് ഉണ്ടായത് കൊണ്ടല്ലേ പഴയ നിയമത്തിലെ രക്ഷകനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനായത്. അതെ അതെ, ചേച്ചി മിരിയാമും അനിയൻകുട്ടനു വേണ്ടി തിടുക്കത്തിൽ ഇടപെട്ടു. പ്രസവിച്ച അമ്മമാർ തന്നെ മക്കളെ വലിച്ചെറിയുന്ന ഈ കാലഘട്ടത്തിന് മുന്നിൽ വെല്ലുവിളിയായ മോശയുടെ അമ്മയും ചേച്ചിയും അവർ മോശയെ വളർത്താനായി അനുഭവിച്ച ത്യാഗങ്ങൾ. ചിന്തിക്കാൻ പോലും പറ്റാത്ത ധൈര്യശാലിയായ ആ അമ്മയെ എല്ലാ അമ്മമാരും മാതൃകയാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ശത്രുവിന്റെ വീട്ടിൽ, അതും രാജകൊട്ടാരത്തിൽ, ഫറവോ കണ്ടുപിടിച്ചാൽ മരണം ഉറപ്പല്ലേ? മരണത്തിന്റെ മുന്നിൽ പോലും പതരാത്ത യോക്കബദിന്റെ വിശ്വാസം, അനാഥ ബാല്യങ്ങളെ സൃഷ്ടിക്കുന്ന പരസ്പരം വേർപിരിയുന്ന മാതാപിതാക്കൾ അതൊക്കെ കണ്ടുപഠിക്കണം. കൊട്ടാരത്തിൽ വളർന്നാലും കൊച്ചു കുടിലായാലും തന്റെ ജനത്തിന്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലാൻ മടിക്കാത്ത മോശയുടെ എൻട്രി അടിപൊളി. പക്ഷേ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ ഒളിപ്പിച്ചത് ശരിയായില്ല. നിന്റെ പ്രിയപ്പെട്ടവരെ തൊട്ടാൽ നീയും പ്രതികരിക്കും. യൂത്തല്ലേ, പെട്ടെന്ന് പ്രതികരിക്കും. മാനുഷിക ബലഹീനതയാൽ പെട്ടെന്നുണ്ടായ വികാര വിക്ഷോഭം മോശയ്ക്ക് നിയന്ത്രിക്കാനായില്ല.
അതുപോലെ പെട്ടെന്ന് എടുത്തു ചാടി നമ്മൾ തിന്മ ചെയ്യാൻ പാടില്ല. മോശയുടെ ലൈഫിന്റെ സെക്കൻഡ് പാർട്ട് അവിടെ തുടങ്ങി. ആബേലിനെ കൊന്ന കായനോട് ക്ഷമിച്ച ദൈവമല്ലേ മോശയോട് ക്ഷമിച്ചത്? ഉൽപ്പത്തിയിലും പുറപ്പാടിലും കൊലപാതകമുണ്ട്. എന്നാൽ വാക്കുകൊണ്ട് മുറിപ്പെടുത്തുന്നതും കുറ്റാരോപണം നടത്തുന്നതും കളിയാക്കുന്നതും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കൊലപാതകം തന്നെയാണ്. ആരുടെ മനസ്സിനെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. അല്ല, മറ്റുള്ളവരെ വിധിക്കാൻ നമ്മൾ ആരാ? ശരിയാണ്. ഫ്രണ്ട്സിനെ മാത്രമല്ല, ടീച്ചേഴ്സിനെയും എന്തിന് പാരന്റ്സിനെ പോലും നമ്മൾ ഇരട്ടപ്പേര് വിളിച്ചും അല്ലാതെയും എന്തുമാത്രം കളിയാക്കുന്നു. മാർക്ക് കുറഞ്ഞതിന് എന്റെ ക്ലാസ്മേറ്റ് പ്രമോദിനെ ഞാൻ കളിയാക്കി കൊന്നു. സോറി, ഇനി ഞങ്ങൾ ആരെയും നോവിക്കില്ല. വായിച്ച് പഠിച്ച് ധ്യാനിച്ചാൽ പോരാ, തിരുവചനം ജീവിതമാക്കണം. ജ്വലിക്കുന്ന വചന സാക്ഷ്യങ്ങൾക്ക് തീവ്രതയേറും. ഇസ്രയേലിനെ ഈജിപ്തിൽ നിന്ന് വിട്ടയക്കുക. ഫറവോയോട് ഇങ്ങനെ പറയാൻ ദൈവം മോശയോട് എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നിട്ടും അതെങ്ങനെ? ദൈവമാണ് അയച്ചതെന്നറിഞ്ഞിട്ടും ഇസ്രായേൽ മക്കൾ പോലും നമ്മുടെ മോശയെ അനുസരിച്ചില്ലല്ലോ. പിന്നല്ലേ ഫറവോ? ദൈവനാമത്തിൽ മാതാപിതാക്കളും മുതിർന്നവരും എന്തിന് നമ്മുടെ ടീച്ചേഴ്സ് പറയുന്നത് പോലും നമ്മൾ അനുസരിക്കാതിരുന്നിട്ടില്ലേ? അതൊക്കെ മറന്നേക്കൂ. വചനം പഠിച്ച നമ്മളിനി പുതിയ സൃഷ്ടികളാണ്. ജീസസ് ബ്രോസ്. ശരിയാ. ഇനിയെങ്കിലും നമ്മൾ മനുഷ്യരിലൂടെ സംസാരിക്കുന്ന ദൈവത്തെ കേൾക്കണം, അനുസരിക്കണം. അടിച്ച് കേറി വാ. അടിച്ചു കേറി വാ മക്കളെ, ഇടിച്ചു കേറേണം. അടിച്ചു കേറി വാ മക്കളെ, ഇടിച്ചു കേറേണം. അടിച്ചു കേറി വന്ന തീരാതെ നിൽക്കണം, ആഘോഷിക്കാം. അടിത്തിമിർക്കാം, പാടി രസിക്കാം. VFF ലൈവാണ്, അത് സ്റ്റൈലാണ്, അത് വേറെ ലെവലാണ്. ലൈവാണ്, അത് സ്റ്റൈലാണ്, അത് വേറെ ലെവലാണ്. അല്ല, അതുക്കും മേലെയാണ് VFF. പ്രകമ്പനം പ്രക്ഷാളനം, അടിച്ചു കേറി വാ. പ്രകമ്പനം പ്രക്ഷാളനം, അടിച്ചു കേറി വാ. ലൈവാണ്, അത് സ്റ്റൈലാണ്, അത് വേറെ ലെവലാണ്. ലൈവാണ്, അത് സ്റ്റൈലാണ്, അത് വേറെ ലെവലാണ്. യെസ് ജീസസ് ബ്രോസ്. കർത്താവെന്ന് സ്വയം വെളിപ്പെടുത്തിയ ദൈവനാമത്തിൽ നമ്മുടെ മോശ സംസാരിക്കാൻ തുടങ്ങിയതു മുതൽ മേൽനോട്ടക്കാരിലൂടെ അതികഠിന പീഡനം ഫെറോവ ലൈവാക്കി. ദൈവജനം തളർന്നു വീണുകൊണ്ടേയിരുന്നു. തന്റെ ജനത്തിന്റെ കണ്ണീർ തുള്ളികൾ കണ്ട് അലിവ് തോന്നിയ ദൈവം ഇറങ്ങി വന്നു. അവരുടെ അനുദിന ജീവിത ദുരിതങ്ങൾ കണ്ട ദൈവം നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലും ഇടപെടും. തളരുമ്പോൾ താങ്ങാകും. ദൈവം ഫറോവയുടെ ഹൃദയം കഠിനമാക്കിയ ആ നാളുകളിലേക്ക് ഒന്നെത്തി നോക്കാം. ഒഴിയാ ബാധകളുടെ പെരുമഴക്കാലം ഒന്നിനു പിറകെ മറ്റൊന്നായി വന്നെത്തുന്നു. ഒപ്പം കടന്നുപോകലിന്റെ അനുഗ്രഹീത നിമിഷങ്ങൾക്കും നമുക്കിന്ന് സാക്ഷികളാകാം.